പരിശുദ്ധമായ ജമാദുൽ ഊല ജമാദുൽ അവൽ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ചെറിയൊരു വാക്ക്. ഈ വാക്ക് ആര് പറഞ്ഞതാണ്? അതിമഹത്തായ ബൃഹത്തായ പദവിയുള്ള മഹാനായ ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ പറഞ്ഞ ചെറിയ ഒരു വാക്ക്. ജീവിതത്തിൽ എപ്പോഴും മഹാനവറുകൾ ഈ വാക്ക് പറയുമായിരുന്നു. മാത്രമല്ല സ്വലാത്തുൽ കുബറ, ഒരുപാട് നേട്ടങ്ങൾ, നമുക്ക് ദുന്യവിയും മുഹറയുമായ നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന, ഒരുപാട് അപകടങ്ങൾ തട്ടിമാറ്റപ്പെടുന്ന സ്വലാത്തുൽ കുബറ മഹാനായ ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ ചൊല്ലിയ സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്തുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നു. അതോടൊപ്പം തന്നെ സ്വലാത്തുൽ കുബ്ര അതെങ്ങനെയാണ് ഓതേണ്ടത്, എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവാണ്, അതിൻ്റെ മര്യാദയും സൂക്ഷ്മതയൊക്കെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. വീഡിയോ അവസാനം വരെ കാണണേ. സ്വലാത്തുൽ കുബ്ര ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾ ചൊല്ലാൻ മറന്നു പോകരുത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ചവൻ നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ഒക്കെ നൽകുമാറാവട്ടെ. നമുക്കൊക്കെ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഖബറിൽ പ്രകാശമാകുന്ന നല്ല അമലുകളായി നമ്മുടെ ഈ പറയലും നമ്മുടെ ഈ കേൾക്കലും നമ്മുടെ ക്ലാസ്സുമൊക്കെ അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകട്ടെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ടും ആക്സിഡൻറ്റുകളെ തൊട്ടും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ പരിപാവനമായ ജമാദുൽ ഊല, അതായത് ജമാദുൽ അവൽ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഒരു സ്വലാത്ത് പഠിക്കാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു വാക്കും. വിശദമായി ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും മഹാനായ ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ് മഹാനായ ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര്, മൊത്തത്തിൽ പേര് പറഞ്ഞാൽ സയ്യിദു ത്വായിഫ ഷെയ്ഖ് ജുനൈദ് ഇബ്നു മുഹമ്മദ് അൽ ബാഗ്ദാദി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്ഥാനപ്പേരും. ഔലിയാക്കന്മാർ, അതുപോലെ തന്നെ ആശിക്കീങ്ങൾ, സൂഫികൾ, ഇവരുടെ എല്ലാവരുടെയും നേതാവ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ മഹാനായിരുന്നു മഹാനായ ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു. നമ്മളിപ്പോൾ ഔലിയാക്കന്മാരുടെ നേതാവായി പരിചയപ്പെടുത്തുന്നത് മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെയാണ്. എന്നാൽ അതുപോലെ വലിയ മഹത്വമുള്ള നിരവധി മഹത്തുക്കൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് മഹാനായ ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു. ഹിജ്റ വർഷം 215 ഇറാഖിലെ ബാഗ്ദാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവറുകൾ ജനിച്ചത്. ബാഗ്ദാദിൽ ജനിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ജുനൈദ് എന്ന പേരിൻ്റെ കൂടെ ബാഗ്ദാദി എന്ന ആ ഒരു വിളിപ്പേരും കൂടി കിട്ടി. വിശുദ്ധമായ ഖുർആനും ഹദീസും അഖീദയും തസവ്വുഫും അതുപോലെ അറബി ഭാഷയും പേർഷ്യൻ ഭാഷ തുടങ്ങി എല്ലാം അരച്ച് കലക്കി കുടിച്ച മഹാനായിരുന്നു മഹാനായ ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ കുട്ടിയായിരുന്ന സമയത്ത്, ചെറുപ്രായത്തിൽ തൻ്റെ അമ്മാവൻ്റെ കൂടെ മഹാനായ ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പോയി. അങ്ങനെ ഹജ്ജിന് ചെന്നു. നോക്കുമ്പോൾ മസ്ജിദുൽ ഹറമിൻ്റെ പരിസരത്ത് ഒരുപാട് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് വലിയ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ചർച്ച വേറൊന്നുമല്ല, ശുക്ർ ചെയ്യുക, അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക. അതെങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത് എന്നാണ് അവർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ഇരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ വലിയ ആലിമീങ്ങളാണ്. അവരൊക്കെ ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. അല്ലാഹുവിന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയലാണ് എന്ന് കുറച്ചാളുകൾ, പിന്നെ അതല്ലാതെ മറ്റ് ചില അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അവസാനം പറഞ്ഞ് ചെറിയ കുട്ടിയായിരുന്ന മഹാനായ ജുനൈദുൽ ബാഗ്ദാദി തങ്ങളുടെ അവസരമെത്തിയപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്കെന്തെങ്കിലും ഒരു നിഅമത്ത് തന്നാൽ ആ അനുഗ്രഹത്തെ, ആ നിഅമത്തിനെ പാപത്തിനു വേണ്ടിയാക്കരുത് എന്ന്. അതായത് പടച്ചവൻ നമുക്ക് സമ്പത്ത് തന്നു, അല്ലെ, അനുഗ്രഹമാണത്. ആ അനുഗ്രഹമാകുന്ന സമ്പത്ത് നമ്മൾ എന്തിലാക്കരുത്? പാപത്തിന് വേണ്ടി, കള്ളു കുടിക്കാൻ വേണ്ടി ചിലവഴിക്കരുത്, ലഹരി വസ്തു വാങ്ങാൻ വേണ്ടി ചിലവഴിക്കരുത് എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ആ നിഅമത്ത് കൊണ്ട്, ആ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കുകയും ചെയ്യരുത്. നമുക്കിപ്പോൾ ആരോഗ്യമുണ്ട്, അല്ലേ?
ആരോഗ്യം അത് അള്ളാഹു തന്നൊരു അനുഗ്രഹമാണ്. ആ ആരോഗ്യം കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത്, അള്ളാഹുവിന് പൊരുത്തമുള്ളത് മാത്രം ചെയ്യണം. ഇതാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ മഹാനായ ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ പറഞ്ഞപ്പോൾ ബാക്കിയുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് മഹാൻ അവറുകളെ ഭയങ്കര അഭിനന്ദിക്കലായിരുന്നു എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിലും ഇൻഷാ അള്ളാഹ് മഹാനായ ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹത്തിന് അത്രമാത്രം വലിയ ശ്രേഷ്ഠതയും പദവിയൊക്കെ കിട്ടാനുള്ള കാരണവും ഇത് തന്നെയാണെന്നാണ് പറയുന്നത്. എപ്പോഴും മഹാനവറുകൾ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നിങ്ങനെ ആവർത്തിച്ച് പറയുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിലുണ്ടല്ലോ, അയാൾ സ്ഥിരമായി ഹംദ് പറയുന്നവനാണ്, അൽഹംദുലില്ലാ എന്ന വാക്ക് പറയുന്നവനാണെങ്കിൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഹംദ്, ബൈത്തുൽ ഹംദ്, ഹംദ് എന്ന പേരുള്ള ഒരു വലിയ കൊട്ടാരം അവനിക്ക് കൊടുക്കുമെന്നാണ്. മാത്രമല്ല അവനിക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ അധികരിപ്പിക്കുകയും അതുപോലെ തന്നെ അതിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവുകയും അവൻ്റെ രോഗങ്ങളും പ്രയാസ പ്രതിസന്ധികളൊക്കെ മാറ്റിക്കിട്ടാനും ഈ ഒരു വാക്കിന് വളരെയധികം എഫക്റ്റ് ഉണ്ട്. ഏത് വാക്ക്? അൽഹംദുലില്ലാ എന്ന വാക്ക്. മഹാനായ ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ അത്രമാത്രം വലിയ പദവിയിലേക്ക് എത്താനുള്ള കാരണവും ഈ അൽഹംദുലില്ലാ എന്ന വാക്ക് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ തുമ്മിയാലോ എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം കിട്ടിയാൽ ഉടൻ തന്നെ പറയണം. എന്ത്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയാൻ മറന്നു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്ഥിരമായി മഹാനായ ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ സ്വപ്നം കാണാറുണ്ടായിരുന്നുവെന്നാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നത് പോലെ മഹാനായ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മഹാനവറുകൾ നേരിട്ട് കണ്ട്, ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുമായിരുന്നു എന്നാണ്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ വന്ന് അറിയിച്ചു കൊടുത്തൊരു വാക്കുണ്ട് മഹാനായ ജുനൈദുൽ ബാഗ്ദാദി തങ്ങളെ പറ്റി. അമ്പിയാക്കൾ എന്നെ കൊണ്ട് അഭിമാനം കൊള്ളുന്നു, ഞാനാണെങ്കിലോ ജുനൈദിനെ കൊണ്ട് അഭിമാനം കൊള്ളുന്നു എന്ന് നബിതങ്ങൾ പറഞ്ഞുവെന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും. ജുനൈദുൽ ബാഗ്ദാദി തങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ്. മഹാനവറുകൾ വഫാത്താകുന്നത് ഹിജ്റ 297 ശവ്വാൽ മാസം വെള്ളിയാഴ്ച യാണ് മരണപ്പെടുന്നത്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചരിത്രം അല്ലെങ്കിലൊക്കെ ഇദ്ദേഹത്തെ ഇങ്ങനെ പരിചയപ്പെടുത്താനുള്ള കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്താണ് നമ്മൾ പഠിക്കുന്നത്. ആ സ്വലാത്തിൻ്റെ പേര് തന്നെ സ്വലാത്തുൽ കുബ്ര എന്നാണ്. ഈ സ്വലാത്തുൽ കുബ്ര ജീവിതത്തിൽ ഒരുപാട് വട്ടം ചൊല്ലിയ ആളാണ് മഹാനായ ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹാനായ ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുത്ത സ്വലാത്താണ്. മാത്രമല്ല മലക്കുകളൊക്കെ നിത്യമായി ചൊല്ലുന്നൊരു സ്വലാത്താണ്. അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടും. ഒരു തവണ ഓതിയാൽ ആയിരക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ കൂലിയാണ്. മുഖം പ്രകാശിക്കുന്ന നിലയിലായിരിക്കും മഹ്ശറയിലേക്ക് നമ്മൾ വരിക. പിന്നെയോ തൗറാത്തും ഇഞ്ചീലും സബൂറും അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഓതിയവനെ പോലെയുള്ള ഒരു പ്രതിഫലം അള്ളാഹു തരുമെന്നാണ്. പിന്നെയോ മറ്റൊരു പ്രതിഫലം ശരീഅത്ത്, ഹക്കീക്കത്ത്, മഅരിഫത്ത് ഇതിൻ്റെ എല്ലാം മശായിഖന്മാർ വലിയ മഹത്തുക്കളുണ്ട്, അവരുടെയൊക്കെ പൊരുത്തം നമുക്ക് കിട്ടുമെന്നാണ്. മാത്രമല്ല ഇത് ചൊല്ലുന്ന ഈ സ്വലാത്ത് ചൊല്ലുന്നവരുടെ റൂഹിനെ സ്വഹാബിമാരുടെ റൂഹുമായിട്ട് ബന്ധമുണ്ടാകുമെന്നാണ്. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല നമ്മളെ നന്മയിലേക്ക് ഈ സ്വലാത്ത് കൊണ്ടുപോകുമെന്നാണ്. റിസ്ക് വിശാലമാക്കി കിട്ടും, രോഗങ്ങൾ മാറും, കടങ്ങൾ മാറും, അതുപോലെ നിരാശ നീങ്ങിയിട്ട് സന്തോഷമുണ്ടാകും. അതുപോലെ നാം വിചാരിക്കാത്ത രൂപത്തിലൂടെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല തരും. പിന്നെയോ ഒരു മനുഷ്യൻ 3, 5, 7 ഇതിലേതെങ്കിലും ഒരു സംഖ്യ ഈ സ്വലാത്ത് പതിവാക്കി ഓതി കഴിഞ്ഞാൽ ശത്രുക്കൾ പരാജയപ്പെട്ടു പോകും. അതുപോലെ തന്നെ മാനസികമായ ബലമുണ്ടാകും, ഈമാൻ വർദ്ധിക്കും എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ഒരു സ്വലാത്ത്? നമ്മൾ പറയാൻ പോകുന്ന സ്വലാത്തുൽ കുബ്ര ഒരുപാട് നേട്ടമുള്ള സ്വലാത്താണ്. ഒരു 2-3 വരെ കൂടുതലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ സ്വലാത്തുൽ കുബ്രയുടെ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പലപ്പോഴായി ഈ സ്വലാത്തൊക്കെ ഓതി നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ പറ്റും. ദുആക്കൊക്കെ വളരെ ഇജാബത്തുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ കുബ്ര. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദൽ മുർസലീൻ. അൽഫു അൽഫി സ്വലാത്തിൻ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദൻ നബിയീൻ. അതായത് 1000 സ്വലാത്തുകൾ എന്നാണ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ. നബിയെ ആയിരക്കണക്കിന് 10,000
പതിനായിരക്കണക്കിന് സ്വലാത്തുകൾ താങ്കളുടെ മേൽ ഉണ്ടാവട്ടെ. എങ്ങനെ നബിതങ്ങളുടെ ഓരോ വിശേഷണങ്ങളൊക്കെ എടുത്തു പറയുന്ന ഒരു സ്വലാത്താണ്. ഒരുപാട് നേട്ടമുള്ള സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് പറഞ്ഞു കേട്ടോ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദസ് സിദ്ദീഖീൻ. അൽഫു അൽഫി സ്വലാത്തിൻ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദർ റാകിഈൻ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദൽ ഖാഇദീൻ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദസ് സാജിദീൻ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദൽ ദാകിരീൻ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദൽ മുകബ്ബിരീൻ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദത് ത്വാഹിരീൻ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദൽ ലാഹിരീൻ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദശ് ശാഹിദീൻ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദൽ അവ്വലീൻ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദൽ ആഖിരീൻ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ നബിയല്ലാഹ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മൻ അക്രമഹുല്ലാഹ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മൻ അല്ലമഹുല്ലാഹ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മൻ ശറഫഹുല്ലാഹ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മൻ അൽഹറഹുല്ലാഹ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മൻ ഇഖ്താറഹുല്ലാഹ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മൻ സവ്വറഹുല്ലാഹ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മൻ അബ്ദല്ലാഹ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ ഖാതമ റസൂലില്ലാഹ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സുൽത്താനൽ അംബിയാ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ ബുർഹാനൽ അസ്ഫിയാ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മുസ്തഫ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മുഅല്ല. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മുജ്തബ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മുസക്ക. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മക്കി. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മദനി. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ അറബി. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ ഖുറശി. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ ഹാഷിമി. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ അബ്തഹി. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സംസമി. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ തിഹാമി. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ ഉമ്മി. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദ വലദി ആദം. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ അഹ്മദ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മുഹമ്മദ്. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ ത്വാഹ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ യാസീൻ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ മുദ്ദസ്സിർ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ സ്വാഹിബൽ കൗസർ. അൽഫു അൽഫി സ്വലാത്തിൻ വ അൽഫു അൽഫി സലാമിൻ അലൈക യാ ഷഫീഉൻ യൗമൽ മഹ്ശർ. അൽഫു അൽഫി സ്വലാത്തിൻ അൽഫു അൽഫി സലാമിൻ അലൈക യാ സ്വാഹിബത് താജ്. അൽഫു അൽഫി സ്വലാത്തിൻ അൽഫു അൽഫി സലാമിൻ അലൈക യാ സ്വാഹിബൽ മിഅ്റാജ്. അൽഫു അൽഫി സ്വലാത്തിൻ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ. അൽഫു അൽഫി സ്വലാത്തിൻ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദൽ മുഹ്സിൻ. അൽഫു അൽഫി സ്വലാത്തിൻ അൽഫു അൽഫി സലാമിൻ അലൈക യാ കൗനൈനി الثقلين. അൽഫു അൽഫി സ്വലാത്തിൻ അൽഫു അൽഫി സലാമിൻ അലൈക യാ സ്വാഹിബൻ നഅലൈൻ. അൽഫു അൽഫി സ്വലാത്തിൻ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ ഖാതമൽ അംബിയാ വൽ മുർസലീൻ. അൽഫു അൽഫി സ്വലാത്തിൻ അൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദി യാ നബിയല്ലാഹ് ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ആമീൻ. ഇതാണ് സ്വലാത്തുൽ കുബ്ര. ഒരല്പസമയം നീണ്ടുപോയാലും കുഴപ്പമില്ല, അത്രമാത്രം പ്രതിഫലം നമുക്ക് ഇൻഷാ അല്ലാഹ് കിട്ടുന്ന സ്വലാത്താണ് സ്വലാത്തുൽ കുബ്ര. ഒരുപാട് നേട്ടങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് പറയാൻ ശ്രമിക്കുക. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ദുന്യവിയും മുഹ്റവിയുമായ കാര്യങ്ങളിൽ ഉണ്ടാവണം. അല്ലാഹു തആല എല്ലാവിധ നിഅമത്തും നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറയാറുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കട്ടെ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. രോഗങ്ങളെ തൊട്ട് അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.